സ്റ്റേജും പുറം ലോകവും തമ്മിലുള്ള അതിര് എനിക്കിപ്പോൾ മനസ്സിലാവാൻ പറ്റുന്നില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അഭിനയം തുടർന്നുകൊണ്ടിരിക്കുകയാണോ, അതോ ജീവിതവും അനുഭവവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയതാണോ, അതോ ഇതാണോ ശരിക്കുള്ള ഞാൻ? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരാളെയല്ല കാണുന്നത്, എൻ്റെ തന്നെ പലതരം പതിപ്പുകളെ കാണുന്നു. ചിലപ്പോൾ ഞാൻ പണ്ടത്തെ എന്നെ കാണും, ചിലപ്പോൾ ഞാൻ സ്വപ്നം കണ്ട എന്നെ തന്നെ കാണും, ചിലപ്പോൾ ഞാൻ ജനങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത് ആ എന്നെ കാണും. ഇവരെല്ലാവരും എന്നോട് സംസാരിക്കും, പക്ഷേ ഇവരിൽ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പണ്ട് എല്ലാവരും എന്നെ വളരെ യുണീക്കായി കണ്ടൊരു കാലം ഉണ്ടായിരുന്നേ. അന്ന് എൻ്റെ ആ യുണീക്നെസ്സിന് വേണ്ടി ജനങ്ങളിങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിന്നുണ്ടായിരുന്നു. ആ യുണീക്നെസ്സിൻ്റെ പേരിൽ ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലിയിട്ടുണ്ടായിരുന്നു, അവരെന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു റീപ്ലേസബിൾ ഐറ്റമായി മാറി. എല്ലാവരും മറന്നു തുടങ്ങി എന്നെ. പണ്ട് എൻ്റെ പേര് കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലൊരു വികാരം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വെറും ഒരു പേരായി മാറി. ഒരു ഐഡിയലിസമോ ഒരു സിംബലിസമോ ഒന്നുമില്ലാത്ത വെറും ഒരു പേര്. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടി രൂപപ്പെടും. ആ പേടി നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. അതൊന്നും ശബ്ദമായിട്ടല്ല, ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ഒച്ചത്തിലാണ് സംസാരിക്കുക. ചിലപ്പോൾ അതിനോടുള്ള മറുപടി ആയിരിക്കും എൻ്റെ ഈ അഭിനയം. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ വീണ്ടും അർത്ഥമുള്ളൊരു പേരും വരുന്നത് വരെ ഞാൻ ചിലപ്പോൾ ഈ അഭിനയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എൻ്റെ അവസാന ശ്വാസത്തോടൊപ്പം ഈ അഭിനയവും നിൽക്കും.